ശരി ശരി. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി സാർ, ഈ ഒരു തീരുമാനമുണ്ടായപ്പോൾ, അതായത് ഇന്ന് ഉത്തരവ് വന്നപ്പോൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുത്തു പറയുന്നത് ഇതിൻ്റെ സമയക്രമം സംബന്ധിച്ച് ഒരു വ്യക്തത സുപ്രീം കോടതി വരുത്തി. അതായത് ഭരണഘടനയെ കുറെ കൂടി വികസിപ്പിച്ചിരിക്കുന്നു, ഈ ജനാധിപത്യ പാരമ്പര്യത്തെ ഒന്നുകൂടി അതിന് തിളക്കമുള്ളതാക്കി മാറ്റിയിരിക്കുന്നു സുപ്രീം കോടതിയുടെ ഇടപെടലെന്നാണ്. പക്ഷേ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഞാൻ ഇടയ്ക്കൊന്ന് വായിച്ചതാണ്, കേന്ദ്ര സർക്കാർ അഭിഭാഷകർ, അവർക്കൊപ്പം നിൽക്കുന്ന അഭിഭാഷകരിൽ ഒരു സംഘം പറയുന്നത്, ഇപ്പോൾ ഒരു ജഡ്ജിയോട് നിങ്ങളൊരു കേസ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനകം വിധി പറയണം എന്നൊരു നിയമം പാർലമെന്റ് പാസ്സാക്കിയാൽ അത് സുപ്രീം കോടതി അംഗീകരിക്കുമോ? അതുപോലെയാണ് ഗവർണർമാർക്ക് സമയക്രമം നിശ്ചയിച്ച് നൽകിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഇടപെടൽ എന്നാണ്. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കേണ്ടിയിരുന്നൊരു വിഷയമായിരുന്നു അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി സാർ ഈ കേസ്. ഇതിന് കൂടുതൽ നിയമ പോരാട്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ടോ? അത്തരത്തിൽ അതിനെ കാണാൻ സാധിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ഭരണഘടനാ വിദഗ്ധനായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ ഭരണഘടന നിലനിൽപ്പിനെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സുപ്രീം കോടതി ഇപ്പോൾ ഭരണഘടനയിൽ നമ്മുടെ നിയമനിർമ്മാണത്തിൽ ഗവർണറുടെ അധികാരങ്ങളെക്കുറിച്ച്, ഗവർണറുടെ പവേഴ്സിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ ആംബിഗ്വിറ്റി. അപ്പോൾ അതിനെ കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, 1947 ഇന്ത്യ സ്വതന്ത്രമായി. 1950 ഇവിടെ ലോകത്തിലെ ഏറ്റവും എഴുതപ്പെട്ട ഒരു ഭരണഘടന ഉണ്ടായി. അങ്ങനെ 1950 ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ്, ഇന്ത്യ സ്വതന്ത്രയാകുന്നതിന് മുമ്പ് തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇവിടെ കൂടി. ആ അസംബ്ലി എത്രയോ തവണ കൂടിയിട്ടാണ് ഒരു ഭരണഘടന ഇന്ത്യയിൽ ഉണ്ടായത്. പലരും പറയാറുണ്ട് ഇന്ത്യൻ ഭരണഘടന വിദേശ ഭരണഘടനകളിൽ നിന്ന് കടമെടുത്താണ്. അത് ശരിയല്ല. വിദേശ ഭരണഘടനകളുടെ ഉദാത്തമായ നല്ല അംശങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നാൽ പോലും ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കാൻ ഇത്രയേറെ ചർച്ചകൾ ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ ബഹുസ്വരത തന്നെയാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം സമാനതകളില്ലാത്ത ബഹുസ്വരതയുടെ പ്രതീകമാണ്. മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാനില്ലാത്ത ബഹുസ്വരത. കാരണം ഒരേ ഭാഷയല്ല ഇവിടെ, ഒരേ സംസ്കാരമല്ല, ഒരേ രീതികളല്ല, വിവിധ ഭാഷകൾ, വിവിധ സംസ്കാരങ്ങൾ, ഇതിനെയെല്ലാം തന്നെ ഒരു മാലയിൽ കോർത്ത ഒരു മുത്തുമണികൾ പോലെ ഒന്നിച്ചു കൊണ്ടുപോകണമെങ്കിൽ അതനുസരിച്ചുള്ള ഒരു ഭരണഘടന ഉണ്ടാകണം. അങ്ങനെ വലിയ തരത്തിൽ അതിനെ വിഭാവനം ചെയ്തുകൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽപ്പെട്ട മഹാരഥന്മാരായ ആളുകൾ ഇത്തരത്തിലുള്ളൊരു ഭരണഘടന കെട്ടിപ്പടുത്തുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഫെഡറൽ സംവിധാനം, കൺകറന്റ് ലിസ്റ്റ് ഭരണഘടനയുടെ. അപ്പോൾ സംസ്ഥാനത്തിന് ചില അധികാരങ്ങളുണ്ട്, കേന്ദ്രത്തിന് ചില അധികാരങ്ങളുണ്ട്. അപ്പോൾ സംസ്ഥാനത്തിൽ അധികാരത്തിൽ വരുന്ന ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ജനങ്ങളുടെ മാൻഡേറ്റാണ്. നമ്മുടെ ഭരണഘടന അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഭരണഘടന പ്രത്യേകത, ഇത് ദൈവനാമത്തിലുള്ള ഭരണഘടനയല്ല. ഈ ഭരണഘടന ഇൻ ദ നെയിം ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ പേരുള്ള, ഫോർ ദ പീപ്പിൾ ആൻഡ് ബൈ ദ പീപ്പിൾ. ഇപ്പം ജനങ്ങളുടെ പേരുള്ള ഈ ഭരണഘടന ജനങ്ങളുടെ മാൻഡേറ്റ് അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഭരണഘടന. ആ ജനങ്ങളുടെ മാൻഡേറ്റിനെതിരായി പ്രവർത്തിക്കാൻ ഒരു ഗവർണറിനും അധികാരമില്ല എന്നുള്ളതാണ് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഇവിടെ മുമ്പ് സംസാരിച്ച ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെയുള്ളവർ ശരിയായ രീതിയിൽ സൂചിപ്പിച്ചത് ഗവർണർ പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓർണമെൻ്റൽ പോസ്റ്റ് മാത്രമാണ് എന്ന് ശരിയായ രീതിയിൽ സൂചിപ്പിച്ചു. അത് നിരവധി വിധിന്യായങ്ങളിലൂടെ സുപ്രീം കോടതിയും അതുപോലെ തന്നെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ടായാലും ശരി, അടൽ ബിഹാരി വാജ്പേയി കമ്മീഷൻ റിപ്പോർട്ടായാലും ശരി, വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഗവർണർ എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ പദവിയാണെങ്കിൽ പോലും ഗവർണറാകാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ആകണം, 35 വയസ്സ് തികയണം, ആർക്കും ഗവർണറാകാം. നോമിനേറ്റ് ചെയ്യപ്പെട്ട പദവിയാണ്. ആ നോമിനേറ്റ് ചെയ്യപ്പെട്ട പദവി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമാണ്. സംസ്ഥാന സർക്കാരും സംസ്ഥാന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും അധികാരത്തിൽ വന്ന ജനങ്ങളുടെ മാൻഡേറ്റ് അനുസരിച്ചുള്ള നടപ്പാക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കപ്പെടുന്ന ഡിസ്ക്രിഷണറി പവർ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് അത് ഒരു ബില്ല് പാസ്സാക്കി, ജനങ്ങളുടേതായിട്ടുള്ളൊരു മാൻഡേറ്റുള്ള ഒരു ഗവൺമെൻറ് ഒരു ബില്ല് പാസ്സാക്കിയാൽ ആ ബില്ലിന്മേൽ ഉടനടി പാസ്സാക്കാനുള്ള, വീണ്ടും തിരിച്ചയച്ചാൽ വീണ്ടും അത് ഗവൺമെൻറ് തിരിച്ചയക്കുകയാണെങ്കിൽ ഇപ്പോൾ 1 മാസം എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അത് ഒരു സുപ്രീം കോടതിയുടെ വിവേചനാധികാരത്തിൽപ്പെട്ട ഡിസ്ക്രിഷണറി പവറിൽപ്പെട്ട ഒരു ജഡ്ജ്മെൻറ്റ് പ്രൊണൗൺസ് ചെയ്യുന്നതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ടായിട്ടുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇതൊരു വിവേചനാധികാരമില്ല. അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങൾക്കാണ്, ജനങ്ങളുടെ മാൻഡേറ്റിനാണ് അവിടെ വിവേചനാധികാരമുള്ളതുകൊണ്ട് ആ ഒരു പ്രധാനപ്പെട്ട വസ്തുത കുറച്ചുകൂടി തിളക്കത്തോടു കൂടി, കുറച്ചുകൂടി പ്രോജ്വലമായി ഇന്ന് ഇത്
ഇത് ചരിത്രപരമായ ഈ വിധിയിലൂടെ സുപ്രീം കോടതി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു എന്നുള്ള അഭിമാനകരമായ വസ്തുതയാണ് ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്.